നാളെ കൊടികയറുന്ന 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തകർക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെല്ലാം അവസാനഘട്ട തയ്യാറെടുപ്പിലാണ്, പ്രാക്ടീസിലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടൺ ഹിൽ സ്കൂളിലാണ്. അവിടുത്തെ ഒരു ഉജ്ജ്വല പ്രകടനം കണ്ടിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവരുടെ ക്യാപ്റ്റനായിട്ട് നമുക്ക് സംസാരിക്കാം. അവരുടെ പ്രാക്ടീസൊക്കെ ഏതൊരെത്തി. നാളെയാണ് അവരുടെ പരിപാടി. MT നിള സ്റ്റേഡിയത്തിലാണ് അവരുടെ പരിപാടി നടക്കുന്നത്. സംഘനൃത്തമാണ്, അതെല്ലാം കണ്ടു. പക്ഷേ അവരുടെ ഒരു പ്രതികരണം എന്താണ്, അവരുടെ ഒരു ആത്മവിശ്വാസം എന്താണ്, അതിലേക്ക് നമുക്ക് കടക്കാം. എൻ്റെ പേര് കീർത്തന, +2 ആണ് പഠിക്കുന്നത്. അപ്പം നാളെയാണ് മത്സരം, ടെൻഷനുണ്ടോ? നമ്മൾ കോൺഫിഡൻസിലാണ്. നമുക്ക് എന്തായാലും ഫസ്റ്റ് വേണം, അതിൻ്റെ തന്നെ കോൺഫിഡൻസിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ രാവുന്നില്ല പകലുന്നില്ലാതെ പ്രാക്ടീസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എത്ര മാസമായി ഈ ഒരു അധ്വാനം തുടങ്ങിയിട്ട്? ഈ ഒരു അധ്വാനം തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മാസത്തോളമായി. നാളത്തെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 5 മാസവും പ്രാക്ടീസ് ചെയ്ത് തയ്യാറെടുത്ത് നിൽക്കുന്നത്. എല്ലാവരും ഒരുമിച്ച്, വേറെ അസുഖ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, നന്നായിട്ട് തന്നെ എല്ലാവരും ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, നന്നായിട്ട് പോകുന്നു. ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് എങ്ങനെ? കാര്യം എക്സാം കഴിഞ്ഞു, പിന്നീട് പഠിത്തമുണ്ട്, അതെല്ലാം കഴിഞ്ഞ് എങ്ങനെയാണ് ഈ ഒരു കാര്യത്തിന് അവരുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്? എല്ലാവരും സപ്പോർട്ടാണ്. സ്കൂൾ ടീച്ചേഴ്സ് എല്ലാവരും സപ്പോർട്ടാണ്. അപ്പം നമുക്ക് ഓരോ ട്രെയിനേഴ്സ് ഉണ്ടാവുമല്ലോ, അവരുടെ 2 പേരുടെ പേര് മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഞങ്ങളെ പഠിപ്പിച്ചത് സനൽ സാറായിരുന്നു. സനൽ സാറും ശരത് സാറുമാണ്. സാറാണ് കൊറിയോഗ്രാഫി ചെയ്യുന്നതൊക്കെ. അപ്പോൾ നമ്മുടെ ഒപ്പം നിൽക്കുന്നതും സാറുമാർ കൂടാതെ ടീച്ചേഴ്സ് ഒപ്പം നിൽക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഇത്രയും വലിയൊരു കടമ്പയിലേക്ക് എത്തിച്ചത് ഒരു സാറിൻ്റെ കഴിവ് തന്നെയാണല്ലോ. ഒരു നല്ലൊരു ഐറ്റം എടുക്കുക, അതിന് കൊറിയോഗ്രാഫി ചെയ്യുക, 7 പിള്ളേരെ വെച്ച് ഇത്രയും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക, അത് കഴിഞ്ഞിട്ട് ഇത്രത്തോളം കൊണ്ടെത്തിക്കുക എന്നുള്ളത് ഒരു ഐറ്റം ഇറക്കുന്ന സാറുമാരുടെയും കടമ്പയാണ്. ടീച്ചേഴ്സ് ഫുൾ സപ്പോർട്ട് തന്നെയായിരുന്നു. സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാവരും ഫുൾ സപ്പോർട്ടായിരുന്നു. അവരും നാളത്തെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് കാത്തു നിൽക്കുന്നത്. നമ്മൾ ഓരോരുത്തരും നാളത്തെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് കാത്തു നിൽക്കുന്നത്. അവസാനഘട്ടമാകുമ്പം ലാസ്റ്റായിട്ട് നിങ്ങളുടെ കൊറിയോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് തരുന്ന ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ വാക്ക് എന്താണ്? നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾ കാഴ്ചവെക്കുക, ബാക്കിയുള്ളത് വരട്ടെ. ബാക്കി ആ ഒരു ഇൻസ്പിറേഷനിലാണ് നിങ്ങൾ 7 പേരും ഉറപ്പായിട്ടും. കാരണം 5 മാസം പ്രാക്ടീസ് ചെയ്തെങ്കിലും അത് നാളത്തെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പം അത്രയും ആത്മവിശ്വാസത്തോടെയാണ് നമ്മൾ നാളെ സ്റ്റേറ്റ് കയറുന്നതും കളിക്കുന്നതൊക്കെ. അപ്പം ആ ഒരു കോൺഫിഡൻസിൽ തന്നെയാണ്. ആ ഒരു കോൺഫിഡൻസ് നമ്മൾ ആരും തകർക്കില്ല. നമ്മുടെ ബെസ്റ്റ് കാഴ്ചവെക്കുക എന്നുള്ളതാണ് ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെയും ആഗ്രഹവും. അവരുടെ കോൺഫിഡൻസ് അതാണ്. നമ്മുടെ ബെസ്റ്റ് എന്താ അത് കാഴ്ചവെക്കുക, അത്രേ ഉള്ളൂ. എന്തായാലും 7 പേരടങ്ങുന്ന അതിലൊരു ക്യാപ്റ്റനാണ്. ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് എത്രയും പേരെ, ബാക്കി 6 ആൾക്കാരെയും കൊണ്ടുപോകണം ഒരുമിച്ച്. ആക്ച്വലി ഒരു ഡാൻസിൻ്റെ ഏറ്റവും വലിയ പ്രധാന ഘടകം ഒരുമിച്ച് ഒരുപോലെ കളിക്കുക എന്നുള്ളതാണ്. അതിൽ നന്നായിട്ടൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ക്യാപ്റ്റൻ എന്ന നിലയ്ക്കും ഇവരുടെ 6 പേരുടെ എഫേർട്ട് ഇല്ലാതെ എന്തായാലും ഈ ഗ്രൂപ്പ് മുന്നോട്ട് പോകില്ല. അവരും അവരുടെ കഴിവിൻ്റെ കൂടുതൽ എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് നാളെ ഈ 7 പേരും നമ്മുടെ ടീമുമായിട്ട് നാളെ സ്റ്റേറ്റ് കയറാൻ പോകുന്നത്. അപ്പോൾ നാളെ ഫസ്റ്റ് അടിക്കും. നാളെ ഫസ്റ്റ് അടിക്കാൻ തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ കോട്ടൺ ഹിൽ സ്കൂളിൻ്റെ ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ആവേശവചനമായിട്ടൊരു റെസ്പോൺസിൻ്റെ കാര്യത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇനി ബാക്കി പ്രകടനം അവർ സ്റ്റേജിൽ എന്തായാലും നാളെ കാഴ്ചവെക്കും. ഓൾ ദി ബെസ്റ്റ്. കോട്ടൺ ഹിൽ സ്കൂളിൽ നിന്നും ക്യാമറമാൻ പത്മകുമാറിനൊപ്പം അനന്യ അനിൽ, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.